Hello guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് വ്ളോഗ് ആയിട്ടാണ്. തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സർപ്രൈസ് വ്ളോഗ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ആഗസ്റ്റ് 17 സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. ആഗസ്റ്റ് 17 സിസ്റ്ററിനെ അറിയണ്ടാകും. എൻ്റെ കുറേ ചലഞ്ചിനൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാനും ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനും ആഘോഷിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആഗസ്റ്റ് ആകുമ്പം തുടങ്ങും കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളൊന്ന് സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിൽ ആഗസ്റ്റ് 15 ഞാനിങ്ങോട്ട് ഷിയാസ്ഖാൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഞാനിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഞാനൊരു കേക്ക് ആക്കിയിട്ട് കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഒരു സ്പോഞ്ച് കേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല. ഞാൻ ഇതിന് മുമ്പേ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. ഇപ്പോൾ എല്ലാവർക്കും സ്പോഞ്ച് കേക്ക് റെഡിയാക്കേണ്ട അറിയണ്ടാവില്ല. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാ നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഐസിങ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കണം. ഞാൻ ഇവിടെ റിച്ചിൻ്റെ ചോക്ലേറ്റ് ക്രീമാണ് എടുത്തത് വിപ്പിംഗ് ടോപ്പിംഗ് ആയിട്ട്. ചോക്ലേറ്റ് ക്രീം 3 കപ്പാണ് എടുത്തത്. ഇനി നമ്മൾ ഈ ക്രീം നന്നായിട്ട് തിക്കായിട്ട് വരുന്നവരെ നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ക്രീമായിട്ട് വരും. നല്ല തിക്കായിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മൾ ക്രീം കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ബാഗിലോട്ടേക്ക് മാറ്റാം. ക്രീമൊക്കെ ഒരു ഐസിങ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ട്രയൽ കുറച്ച് ഭാഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കേക്ക് ഒന്ന് സെറ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയാണ്, തെന്നാതെ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അടിയിലൊന്ന് ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്പോഞ്ച് കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ക്രീം കിട്ടും. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ക്രീം ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നെയ്ഫ് കൊണ്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കറക്റ്റ് അളവിൽ കിട്ടും. അടുത്ത നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മുറിക്കുന്ന ടൈം അത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അടുത്തത് നമ്മൾ സെയിമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സ്പോഞ്ച് കേക്ക് വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നാലാണ് നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറയുന്നേക്കുന്ന കേക്കില്ലേ, അങ്ങനെ കിട്ടാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തപോലെ നെയ്ഫ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇട്ടതിന് ശേഷം 3rd ലെയർ സ്പോഞ്ച് കേക്കും കൂടി വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ക്രീം നേരത്തെ ചെയ്ത പോലെ ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ, ജസ്റ്റ് ഇങ്ങനെ ക്രീം വെച്ച് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ സൈഡിൽ ക്രീം ആക്കി കൊടുക്കുന്നില്ല. ആ ഉള്ള ഭാഗം ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രം കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രം കോട്ടിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന ടൈം നമ്മൾ ഈ കേക്കിൽ നിന്ന് വരുന്ന പൊടികളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ക്രീം മാത്രമായിരിക്കും ഉണ്ടാകുക.
അടുത്തത് നമ്മളൊരു ഹാഫ് ഡാർക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റിച്ചിൻ്റെ ചോക്ലേറ്റ് വിപ്പിങ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒന്ന് ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ്. അത് അടിയിലെ ടോപ്പിങ് ഡാർക്ക് കളറും മേലിൽ അതിൻ്റെ ലൈറ്റും ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈന്. അതുപോലെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അത് നമ്മൾ ഡാർക്കായിട്ട് ചെയ്തത് അത് താഴെ ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ലെയറായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെത് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം, ഒരേ ലെവലിലാക്കി കൊടുക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച റിച്ചിൻ്റെ ചോക്ലേറ്റ് ക്രീം അതുപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ 2 ലെയറായിട്ട് ചെയ്ത് കൊടുത്തിട്ട് നൈഫ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗം ഡാർക്കും അതിൻ്റെ കുറച്ച് ലൈറ്റും ആയിട്ടാണ് നമ്മൾ 2 ഇതുപോലെ കളറാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി മുകൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഐസിങ്ങിൻ്റെ പണി ഏകദേശം ഒന്ന് പൂർത്തിയായി. നല്ലപോലെ ഐസിങ്ങിൻ്റെ പണി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ഗനാഷ് റെഡിയാക്കുന്നുണ്ട്. ഗനാഷിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്ത കേക്കിൻ്റെയിലുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഇനി നമ്മൾ ഗനാഷ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഐസിങ് ചെയ്തപാട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ്, അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗനാഷ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഗനാഷ് ഇതുപോലെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. സൈഡ് ഭാഗം ആക്കുന്നില്ല, മുകൾ ഭാഗം മാത്രമാണ് ഗനാഷ് ആക്കുന്നത്. ഗനാഷ് മുകൾ ഭാഗം ഇതുപോലെ ചെയ്തതിന് ശേഷം ഐസിങ് നൈഫ് വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് ഒരു മോഡൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് സക്സസ് ആവുമെന്ന് അറിയില്ല. നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗനാഷിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇതുപോലെ ഒരു റൗണ്ട് ഒരു ഡിസൈനും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മളൊരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയിമൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന നോസിലോ ഒരു നേരിയ ടൈപ്പിൻ്റെ ഒരു നോസിലോ എടുത്തിട്ട് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കേക്കിൻ്റെ മുകളിൽ മൊത്തമായിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഒന്ന് വിളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തമായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് നമ്മൾ സൈഡിൽ ഒരു സൈഡ് ഭാഗത്ത് മാത്രം ഒന്ന് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ചിപ്സും ഹേസൽനട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ചിപ്സും കൂടി. ഇത്ര മാത്രമാണ് നമ്മൾ ഇതിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ.
ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നെയിമൊന്നും എഴുതിയിട്ടില്ല, ഇങ്ങനെ മാത്രം ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ കേക്ക്? അടുത്തത് നമ്മളൊരു ജാർ കേക്ക് റെഡിയാക്കുന്നുണ്ട്. 2 മുട്ടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ ജാർ കേക്ക് റെഡിയാക്കുന്നത്. അത് 2 മുട്ട നമ്മളൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ക്ലീൻ ബൗളിലേക്ക് 2 മുട്ട, 1/2 കപ്പ് പഞ്ചസാര. ഇത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് നിർത്തി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുലർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച ഒരു പാത്രത്തിലേക്ക് നമ്മളെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് ഒരു പാത്രത്തിലാണ് ഓവനിലെല്ലാം റെഡിയാക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഓവൻ ചെയ്യുന്ന പോലെ തന്നെ പാത്രവും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേക്ക് റെഡിയാകുന്ന ടൈം നമ്മളൊരു ക്രീമും കൂടി റെഡിയാക്കുന്നുണ്ട്. ഫിയോനോൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് 1 കപ്പാണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്ക് ക്രീമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബീറ്റയിൽ നിർത്തി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ കമിഴ്ത്തിയാൽ പോലും ക്രീം നല്ല തിക്കാണെന്ന് മനസ്സിലാവും. നല്ല തിക്ക് ക്രീമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്യാം. ഐസിങ് നമ്മൾ ഇത് ഒരു കുപ്പിയുടെ ജാറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കേക്ക് സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ പകുതിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ജാർ കേക്കിൻ്റെ ജാറിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ജാറിൻ്റെ അളവിൽ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ ജാറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫസ്റ്റ് നമ്മൾ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ക്രീം ഒന്ന് ജാറിൽ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് കേക്ക് റെഡിയാക്കുന്ന പോലെ തന്നെ ഇത് ജാറിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ക്രീം ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ജാറിൽ ഉണ്ടാക്കിയത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ചിപ്സ് വിതറി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ. അടുത്തത് നമ്മൾ സെയിം തന്നെയാണ് ചെയ്യുന്നത്. കേക്ക് വെക്കുക, ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജാർ കേക്ക് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ജാർ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കലാണ് നല്ലത്. ഇത് കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ടൈം ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി നോക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കേക്കും എല്ലാം സെറ്റായതിന് ശേഷം ഞാനൊരു ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചാസ്കാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക്. വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ കേക്കും കൊണ്ട് വരുന്നതൊന്നും എൻ്റെ വീട്ടിൽ അറിയില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേക്ക് ഉണ്ടാക്കണമെന്നാലും. അപ്പോൾ ഞാൻ ഉണ്ടാക്കില്ല എന്ന് അവൾ വിശ്വസിച്ചിന്. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ട് എന്താ അവസ്ഥ നോക്കാം റഫൻ്റെ എക്സ്പ്രഷനൊക്കെ. സത്യം പറഞ്ഞാൽ ഓൾ റെഡി ആയിട്ടൊന്നുമില്ല. എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഏതായാലും അവളെ മുഖം അങ്ങനെ എക്സ്പ്രഷൻ നോക്കാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അവൾക്ക് നന്നായിട്ട് സങ്കടം വന്നു. പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ പിടിച്ചു നിന്ന്. ഷീനു എന്തായാലും കേക്ക് ഉണ്ടാക്കുന്ന പറയും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഉമ്മാനെ വിളിച്ചിട്ടേ ഇല്ല. ഉമ്മാനെ വിളിച്ചു കഴിഞ്ഞാൽ ഷീനു എന്തായാലും പറഞ്ഞു കൊടുക്കും റഫൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആക്കുന്നുണ്ടെന്ന്. അപ്പോൾ റഫക്ക് നന്നായിട്ട് സങ്കടം വന്നിന്. അപ്പോൾ അവൾ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ല കേക്ക് ഉണ്ടാക്കില്ല എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് റെഡി ആയിട്ട് പോലുമില്ല. പിന്നെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ അവൾ നോക്കി കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല അവൾക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് സ്വന്തം തന്നെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കി വെച്ച ആളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത്, സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തം തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ പാർട്ടി അടിപൊളിയായി. അവൾക്ക് നല്ല സന്തോഷമായി ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട്. അൽഹംദുലില്ലാ അങ്ങനെ ഒരു സ്മോൾ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിന് മുമ്പ് ഞാനൊരു ബർത്ത്ഡേ പാർട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാണ് ഫസ്റ്റ് ടൈം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.